വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. സംസ്ഥാനത്ത് തുടർച്ചയായി വന്യജീവി ആക്രമണത്തിൽ കർഷകർ മരിക്കുമ്പോൾ സർക്കാരും വനപാലകരും നോക്കുകുത്തികളാവുകയാണെന്ന് ആരോപിച്ച അദ്ദേഹം വനം മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. കർഷകരായതുകൊണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? സർക്കാരും വനപാല ഉദ്യോഗസ്ഥരും നോക്കുകുത്തികളായിട്ട് നിൽക്കുകയാണ്. എവിടെയാണ് ഇവിടെ ഭരണമുള്ളത് എന്ന് നാം ചോദിക്കുകയാണ്. ജീവിക്കാനുള്ളൊരു അവകാശം അത് ഏതൊരു സാധാരണക്കാരനായ കർഷകൻ്റെയും അവകാശമാണ്. എന്നാൽ ആ കർഷകൻ്റെ അവകാശത്തെ തമസ്കരിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന ദാരുണമായ സംഭവങ്ങൾ. ഈ അവസരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനമന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. കേരളത്തിൽ ഒരു ഭരണം ഉണ്ടോ എന്ന് സംശയിക്കുന്നു. കർഷകന് ജീവിക്കാനുള്ള അവകാശങ്ങൾ തമസ്കരിക്കുന്നു. വനംവകുപ്പ് സ്വീകരിക്കുന്നത് കർഷകരെ ഉപദ്രവിക്കുന്ന സമീപനമാണ്. കർഷക മരണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വനമന്ത്രി രാജിവെക്കണമെന്നും കോട്ടയത്ത് നടക്കുന്ന ഇൻഫാം അസംബ്ലിയിൽ പ്രസംഗിക്കവേ താമരശ്ശേരി രൂപതാ ബിഷപ്പ് ആവശ്യപ്പെട്ടു. കാട്ടാനയാക്രമണത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 180 ജീവനുകളാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത്. കഴിഞ്ഞ വർഷം 12 പേർ കാട്ടാനാക്രമണത്തിൽ മരിച്ചു. ഇന്നലെ രാത്രിയിൽ കാട്ടാന ആക്രമിച്ചുവെന്നാണ് വിവരം. ഇന്നലെ ചൂരൽമലങ്ങാടിയിൽ നിന്നും വീട്ടിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ബാലൻ പോയതാണ്. ഇന്ന് രാവിലെ പണിക്ക് പോകാൻ എത്താത്തതിനാലാണ് മറ്റുള്ളവർ ബാലനെ അന്വേഷിച്ചത്. ഇതിനിടെയാണ് വഴിയിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട നിലയിൽ ബാലന്റെ മൃതദേഹം കണ്ടത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് അട്ടമല പള്ളിക്ക് സമീപത്തെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലായിരുന്നു ബാലൻ താമസിച്ചിരുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലയാണ് അട്ടമല. ചൂരൽമലയിൽ നിന്നുമാണ് അട്ടമലയിലേക്ക് പോകുന്നത്. ദുരന്തത്തിന് ശേഷം അട്ടമലയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഏതാനും ആദിവാസി കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഉരുൾപൊട്ടലിന് ശേഷം മുണ്ടക്കായ്, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും മാറ്റി പാർപ്പിച്ചു. ജനവാസമില്ലാതായ ഈ പ്രദേശങ്ങളിൽ പകൽ സമയത്ത് പോലും കാട്ടാന എത്തുന്ന സാഹചര്യമായിരുന്നു. തേയില എസ്റ്റേറ്റുകളിലും കൃഷിയിടങ്ങളിലും വന്യമൃഗങ്ങൾ എത്താൻ തുടങ്ങിയതോടെ പലവട്ടം വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിരുന്നു. ഇവിടെ നിന്നും ആളുകൾ ഒഴിഞ്ഞുപോയെങ്കിലും കൃഷിയിടങ്ങളിലും എസ്റ്റേറ്റിലും പണിയെടുക്കുന്നതിനായി പകൽ സമയത്ത് ഇവിടെ പണിക്കാർ എത്തും. വനം വകുപ്പ് വാച്ചർമാരെ ഉൾപ്പെടെ നിയോഗിച്ചിരുന്നെങ്കിലും പ്രയോജനമുണ്ടായില്ല. ചൊവ്വാഴ്ച ബത്തേരിയിൽ ആദിവാസി യുവാവിനെ കാട്ടാന കുത്തിക്കൊന്നിരുന്നു. സമാനമായ അവസ്ഥയാണ് അട്ടമലയിലുമുണ്ടായത്. ബാലനെ കഴിഞ്ഞ രാത്രിയിലാണ് ആന കൊന്നതെന്നാണ് കരുതുന്നത്. ഇടവഴിയിലൂടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് ആക്രമണമുണ്ടായത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അതിനിടെ വന്യജീവി ആക്രമണങ്ങൾ എല്ലാം ജനവാസ മേഖലയിലല്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങൾ വനത്തിനുള്ളിലും പുറത്തും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങൾ എവിടെയാണെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ മന്ത്രി താൻ വിവാദ പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും പറഞ്ഞു. ആദിവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിലെത്തുന്നതെന്ന് പരിശോധിക്കണം. അത് നിയമവിരുദ്ധമാണെന്നും വനമന്ത്രി കൂട്ടിച്ചേർത്തു.